വിഴും വിഴും ഇപ്പോൾ വീഴുന്നു. ഈ രീതിയിലാണ് നമ്മുടെ BJP മന്ത്രിസഭ, മോദി മന്ത്രിസഭ. മോദി മന്ത്രിസഭയ്ക്ക് ഏറ്റവും വലിയ കുരുക്കായിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ 42 സീറ്റാണ് NDA സഖ്യം നേടിയത്. വല്ലാത്തൊരു വിജയം. ഇത്തവണ നേടിയത് 17 സീറ്റ്. ഈ 17 എംപിമാരും ഇന്ത്യ സഖ്യത്തിലേക്ക് കൂറുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വാർത്ത. അതൊരു വല്ലാത്തൊരു വാർത്തയാണ്. ഈ 17 എംപിമാരും BJPയിലെ മഹാരാഷ്ട്രയിലെ തോൽവി കണ്ട്, അല്ലെങ്കിൽ NDAയുടെ മഹാരാഷ്ട്രയുടെ തോൽവി കണ്ട് മനം മടുത്തിരിക്കുകയാണ്. അവർ ഇന്ത്യ സഖ്യത്തിലേക്ക് കൂറുമാറാൻ തയ്യാറെടുത്തിരിക്കുന്നു. 4 മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മഹാവികാസ് അഘാഡി സഖ്യവും NDAയും തമ്മിലാണ് യുദ്ധം. അതിൽ അജിത് പവാർ പക്ഷത്തുള്ള എല്ലാ MLAമാരും ശരത് പവാർ പക്ഷത്തേക്ക് കൂറുമാറിയിരിക്കുന്നു. കൂറുമാറി അവർ അവരുടേതായ തട്ടകം കണ്ടെത്തിയിരിക്കുന്നു. ശരത് പവാറിന്റെ കൂടെ നിന്നാൽ വിജയിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഗതികേട്. ഒരു വശത്ത് നിയമസഭ പോയി, മറുവശത്ത് NDAയുടെ മോദി മന്ത്രിസഭയും തീരുന്നു. 17 എംപിമാർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഏതൊക്കെ എംപിമാർ മാറുമെന്ന് പറയാൻ പറ്റില്ല, ഏതൊക്കെ പാർട്ടികൾ മാറുമെന്നും പറയാൻ പറ്റില്ല. ഈ നിതീഷ് കുമാറിനെ നമ്പാനേ പറ്റില്ല മോദിക്ക്. ഉടുപ്പ് മാറും പോലെ മാറിക്കളയും. ഇന്നൊരു ഉടുപ്പായിരിക്കും, നാളെ മറ്റൊരു ഉടുപ്പായിരിക്കും. ഇതാണ് നിതീഷ് കുമാറിന്റെ അവസ്ഥ. മറ്റൊരു ദയനീയമായ ഒരു അവസ്ഥ BJP അഭിമുഖീകരിക്കാൻ പോകുന്നത് TDPയിൽ നിന്നാണ്. TDP ഇനി ആവശ്യങ്ങൾ പതുക്കെ വയ്ക്കും. എന്തായാലും 17 എംപിമാർ, മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിച്ച 17 എംപിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് ചുവടുമാറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ സഖ്യം സൈലന്റായി കളി തുടങ്ങിക്കഴിഞ്ഞു. അവർ ഒരുപാട് വാഗ്വാദങ്ങളും ഒരുപാട് അവകാശവാദങ്ങളും ഒന്നും നിരത്തിയില്ല. പ്രതിപക്ഷത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് മോദിയുടെ കളി കാണാൻ തീരുമാനിച്ചു. ആ കളിക്ക് ആയുസ് 1 വർഷം വരെ ഉണ്ടെന്നായിരുന്നു പൊളിറ്റിക്സുകളെ അടക്കം കണക്ക് കൂട്ടിയത്. പക്ഷേ ഈ ആയുസ് നിമിഷനേരം മാത്രമാണ്. സഭ ചേരുമ്പോ മോദി മന്ത്രിസഭ വീഴുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. സഭ ചേരുമ്പോൾ മോദി മന്ത്രിസഭ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പീക്കറെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്പീക്കറെ കണ്ടെത്താൻ കഴിയാത്തത് ആര് സ്പീക്കറാകണം എന്നതിനെപ്പറ്റി TDPയും BJPയും തമ്മിൽ അടിയാണ്, മോദിയും തമ്മിൽ അടിയാണ്. TDP കുറെയൊക്കെ അങ്ങ് ക്ഷമിച്ചു. പിന്നെ അവസാനം ലോക്സഭാ സീറ്റുകൾ, ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ മോദി തീരുമാനിച്ചപ്പോ അവരങ്ങ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തി. അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു, ഒരു അഭ്യാസവും നടക്കില്ലെന്ന് പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഒരൊറ്റ ലോക്സഭാ സീറ്റും വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റ് വെട്ടിക്കുറച്ച് ഉത്തരേന്ത്യയിൽ കൂടുതൽ ലോക്സഭാ സീറ്റ് കൊടുക്കാനായിരുന്നു മോദി തീരുമാനിച്ചിരുന്നത്. അതിനുള്ള തന്ത്രങ്ങളായിരുന്നു മോദി പണിഞ്ഞിരുന്നത്. പക്ഷെ ആ പണിയൊക്കെ വെറുതെയായി മാറി. എന്തായാലും മഹാരാഷ്ട്രയിലെ 17 എംപിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുമാറുന്നു എന്നൊരു വാർത്ത, ആ വാർത്ത വളരെ ശ്രദ്ധേയമായ വാർത്തയാണ്. പല ചാനലുകളും അത് പുറത്തുവിട്ട് കഴിഞ്ഞു. ദേശീയ ചാനലുകൾ അത് പുറത്തുവിട്ട് കഴിഞ്ഞു. പല വിധത്തിലുള്ള കളികൾ ഇന്ത്യ സഖ്യം നടത്തുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. സഭ കൂടുമോ മോദി സർക്കാർ? പാടാണ് ഇനിയുള്ള സന്ദർഭങ്ങളിൽ. 17 എംപിമാർ അങ്ങോട്ട് രാജിവെക്കുമ്പോൾ, ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുമ്പോൾ മോദിയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നു. ഇനി പോകാൻ നിതീഷ് കുമാറിന്റെ JDU മാത്രം ബാക്കി. വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ ഇനി അംഗത്തിന് ഞാൻ മാത്രം ബാക്കി എന്ന് പറയുന്നത് പോലെ ആകുന്നു. ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ ന്യൂസ് പെട്ടെന്ന് ഞങ്ങൾ ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ 17 NDA MLAമാർ ഇന്ത്യ മുന്നണിയിലേക്ക്. അതിനുള്ള ചർച്ചകളും അതിനുള്ള അണിയറ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. ഇവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പിന്നെ നമ്മുടെ KC വേണുഗോപാൽ.